പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. നമ്മളുടെ കുടുംബത്തിന് നമ്മളുടെ അഭാവത്തിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന അതേ ലൈഫ് സ്റ്റൈലിലും കാര്യങ്ങളിലും അവർക്ക് ജീവിച്ച് പോകാൻ സാധിക്കണം. അതാണ് ഒരു ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രിപ്പറേഷൻ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ചെയ്തിടേണ്ടതാണ്. കാരണം ആരുടെ കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു കുടുംബത്തിലെ ബ്രെഡ് വിന്നേഴ്സ്, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ആര് വേണമെങ്കിലും ആവും, അവരാണ് പ്രധാനമായിട്ടും ടേം ഇൻഷുറൻസ് എടുത്തിടേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ വരുമാനമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ സാലറിയുടെ 20 മടങ്ങെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തിടേണ്ടതുണ്ട്. ഈ കുടുംബത്തിൽ ഈ ബ്രെഡ് വിന്നർ അവർക്ക് ആ കുടുംബത്തിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാതെ ആ കുടുംബത്തിന് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഈ 2 കോടി രൂപ പൂർണ്ണമായും ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഈ 2 കോടി രൂപ ബാങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ബാങ്കിൽ ഒരു FD ഇട്ടാലും അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഒരു ഓപ്ഷൻസിലാണെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരു റിട്ടേൺ ഒരു 6% റിട്ടേൺ കിട്ടിയാൽ പോലും ഈ 2 കോടി രൂപയിൽ നിന്ന് ഒരു വർഷം 12 ലക്ഷം രൂപ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് ബൈ 12 മാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 1 ലക്ഷം രൂപ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാലറി അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇൻ കേസ് ഈ കുടുംബത്തിന് അവർക്ക് ഇല്ലാതെ ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ലൈഫ് സ്റ്റൈലിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ അവരുടെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ പഠിക്കാം. അവർക്ക് അതേ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാം. കാറായാലും വീടിൻ്റെ EMI അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.